ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഒരു ഷോപ്പിങ്ങിന് പോവാണ്, ഐക്യ ഷോപ്പിംഗ്. അപ്പോൾ ഇതാ സിയാറ്റിലാണ് ഞാൻ ഉള്ളത്. സിയാറ്റിൽ എന്ന് പറയുന്നത് എപ്പോഴും ചാറി ചാറി നിൽക്കുന്ന മഴയുള്ളൊരു ഡിപ്രസീവ് ക്ലൈമറ്റുള്ള വെതറുള്ളൊരു പ്ലേസാണ്. അതിനുമായിട്ട് യൂസ്ഡായി പോയില്ലെങ്കിൽ ഡിപ്രഷൻ അടിച്ച് ചാവും. അപ്പോഴത്തേക്ക് ഞങ്ങളിന്ന് പോവാതെ കണ്ടില്ലേ, വിൻ്ററും കൂടെ ആയാൽ പിന്നെ പറയണ്ട. വിൻ്റർ അല്ലെങ്കിലും എപ്പോഴും ചറപറ മഴയും പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഞാനും അനൂപും അമ്മയെക്കുട്ടനും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഐക്യയിലാണ് പോകുന്നത്. ഐക്യ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ, എല്ലായിടത്തും ഉള്ളൊരു ഷോപ്പാണല്ലോ, നാട്ടിലൊക്കെ ഉള്ളതാണല്ലോ. നല്ലൊരു ഷോപ്പാണ് കേട്ടോ. എൻ്റെ വീട് ലേക്ക് സ്റ്റീവൻസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പ്ലേസാണ് കേട്ടോ. ഇത് ഭയങ്കര ഫാംസൊക്കെ ഉള്ളൊരു സ്ഥലമാണ് എൻ്റെ വീടിരിക്കുന്നത്. അവിടെ നിന്ന് ഒരു 1 ഹവറാണ് ഐക്യ ഉള്ളത്. കാര്യം പണ്ട് ഞങ്ങൾ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ കുറച്ചടുത്തായിരുന്നു. ഇപ്പം നമ്മൾ വീട് മേടിച്ച് മാറിയപ്പോൾ ഒത്തിരി ദൂരെയാണ്, എന്നാലും ഇടയ്ക്കൊക്കെ പോകണമല്ലോ. അപ്പോൾ നല്ല മഴയുണ്ട്. ഞാൻ ജാക്കറ്റ് ഇടുന്നില്ലെന്നേ ഉള്ളൂ. ജാക്കറ്റ് ഇട്ടാൽ എപ്പോഴും ഒരേ ലുക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ തണുത്തുറച്ചാൽ ജാക്കറ്റ് അങ്ങനെ ഇടാറില്ല. അപ്പോൾ അമ്മയെക്കൂട്ടിനൊക്കെ ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഐക്യയിൽ എപ്പോഴും തിരക്കാണല്ലേ, എല്ലാവരും ഇങ്ങനെ ഫർണിച്ചറൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തൊക്കെ വെച്ചേക്കുന്ന കാണാൻ തന്നെ ഭയങ്കര ഒരു രസമാണ്. അപ്പോൾ ഈ എസ്കലേറ്ററിൽ കയറുമ്പോൾ എനിക്കില്ല പാട്ടാണ് ഓർമ്മ വരുന്നത്. ഞാൻ മാറിയോ, മാറി, ഒത്തിരി മാറി. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ലതായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കണ്ടില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എപ്പോഴും നല്ലൊരു പോസിറ്റീവ് ഫീലാണ് ഓരോ അവർ ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്കൊരു ഐഡിയാസൊക്കെ കിട്ടും നമ്മളെ വീട് എങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്നുള്ളത്. മാത്രമല്ല ഫർണിച്ചറൊന്നും അത്ര കോസ്റ്റ്ലി അല്ല. ക്വാളിറ്റി എനിക്ക് അത്ര അറിയത്തില്ല, പക്ഷേ പ്രൈസ് കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി സാധനങ്ങളുണ്ട്. ഞാൻ ഈ ഒരു കടയിൽ നിന്നാണ് എനിക്ക് കുക്കിംഗ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗ്ലാസ്, ചായ കുടിക്കുന്ന ഗ്ലാസ്, നാട്ടിലൊക്കെ ഫീലുള്ളൊരു ഗ്ലാസ് ഇവിടെ നിന്നാണ് മേടിച്ചത്. കണ്ടില്ലേ, പിന്നെ ഇതൊക്കെ ഭയങ്കര എല്ലാം നല്ല സെറ്റ് ചെയ്താണ് വെച്ചേക്കുന്നത്. എന്തോ ലൈറ്റ്സൊക്കെ എനിക്ക് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ തന്നെ ആ വിൻഡോ തന്നെ ഒരു പിക്ചർ വെച്ചാണ് ഔട്ട് സൈഡ് പോലെ കാണിച്ചേക്കുന്നത്. അതൊക്കെ ഒരു നല്ല ഐഡിയാസാണല്ലേ. ഈ ഗ്ലാസ്സാണ് ഞാൻ പറഞ്ഞ ചായ കുടിക്കുന്ന നൊസ്റ്റാൾജിക് ഗ്ലാസ്. അതൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഒത്തിരി സാധനങ്ങളുണ്ട്. നമ്മുടെ ഈ നാട്ടിൽ കിട്ടുന്ന വട്ടി പോലത്തെ സാധനമൊക്കെ ഇവിടെ ഇപ്പോൾ ഞാൻ പോയപ്പോൾ കണ്ടായിരുന്നു. ഈ ഒരു റൂമൊക്കെ ഭയങ്കര ക്ലീനായിട്ട് ഇതായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു പോസിറ്റിവിറ്റിയാണ് ആക്ച്വലി ഈ ഒരു ഷോപ്പിൽ. ഷോപ്പിംഗ് ഇഷ്ടമല്ലാത്ത ഒരാളായിട്ട് പോലും ഇങ്ങനത്തെ ഓരോ ഷോപ്പുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ബിക്കോസ് ഓഫ് ദിസ് അറേഞ്ച്മെൻറ്റ്. ആൻഡ് ഞങ്ങൾ കുറേ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ എടുക്കാൻ വളരെ പാടാണ് കേട്ടോ, പക്ഷെ അങ്ങ് എടുക്കും. അതും ഒരു രസമാണ് എനിക്ക്. അമ്മയെക്കൂട്ടനപ്പോൾ എന്തോ ലിസ്റ്റ് എഴുതുവാണെന്ന് തോന്നുന്നു. അവിടെ ഇരുന്നൊരു പേപ്പറും പെൻസിലും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തോ ഇങ്ങനെ എഴുതുവാണ് പുള്ളി. ഈ ഒരു റൂമും ഒക്കെ ഭയങ്കര സൂപ്പറാണ്. നല്ല ഒരു നമ്മുടെ ഗിറ്റാർ അങ്ങനത്തെ, പിന്നെ ഒരു ഗെയിമിങ് റൂമുണ്ട്. അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. അമ്മയെക്കുട്ടൻ ഗെയിം ഇഷ്ടമുള്ള ഒരാളാണ്, അപ്പോൾ അത് അവനത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ പല പല റൂംസ്, ഗെയിമിങ് റൂം, ബെഡ്റൂം, ലിവിങ് റൂം, കിച്ചണൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ഈ ഒരു മുറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ലൈറ്റ് എനിക്ക് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ ആക്ച്വലി എനിക്ക് എൻ്റെ ഒരു ക്ലോസറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ ഞാൻ അത് കറക്റ്റ് എനിക്ക് വേണ്ടിയിട്ടുള്ളത് ഇവിടെ കിട്ടിയില്ല. ഈ ടൈലർ ആ ഒരു സംഭവമുള്ള ഒരു റൂമുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് സെറ്റ്. പിന്നെ സ്റ്റഫി ടോയ് ഉണ്ട് കേട്ടോ ഇവിടെ. പണ്ട് ഒരു ആന കൊച്ചിലെ അമ്മയ്ക്ക് മേടിച്ചത് ഇവിടെ നിന്നാണ്. ഇപ്പം അമ്മ ഒരു പട്ടിയെ മേടിച്ചിട്ടുണ്ട്, ഒറിജിനൽ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു പട്ടിയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ചു. ആ ഷെൽഫ് ഞാൻ പറഞ്ഞില്ലേ കിട്ടിയില്ല, പക്ഷേ അത് എനിക്ക് ഉടനെ തന്നെ മേടിക്കണം. അപ്പോൾ അത് ആ പട്ടിയൊക്കെ മേടിച്ചു. അത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ് കേട്ടോ. പാമ്പ് എനിക്ക് പേടിയായിട്ട് അമ്മയെക്കൂട്ടൻ അത് വേണമെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ തന്നെ പേടിപ്പിക്കാനാണ്, പക്ഷേ ഞാൻ സമ്മതിച്ചില്ല അത് മേടിക്കാൻ. അത് കഴിഞ്ഞ് ബില്ലൊക്കെ അടിച്ച് അവിടെ ഇങ്ങനെ ഫുഡിൻ്റെ ഒരു ഇതും ഉണ്ട്. അമ്മയെക്കൂട്ടൻ എന്തോ ഒരു ഐസ്ക്രീം പോലത്തെ എന്തോ വേണമെന്ന് പറഞ്ഞ് അത് മേടിച്ചു കൊടുത്തു. അതൊക്കെ മേടിച്ചിട്ട് എനിക്കൊരു കോഫി മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ മൊത്തത്തിൽ പെട്ടെന്ന് സമയം പോകും കേട്ടോ. അവിടെ ഐക്യയിൽ കയറിയ സമയം പോകുന്നതേ അറിയത്തില്ല. പെട്ടെന്നാണ് പോകുന്നത്.
എന്നാൽ എന്തെങ്കിലും മേടിച്ചോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വലുതായിട്ടൊന്നും നമുക്ക് മേടിക്കാനും പറ്റില്ല. കാര്യം ഭയങ്കര കൺഫ്യൂഷനാവും. ഇത് വേണോ അത് വേണോ അത് വേണോ ഇത് വേണോ എന്നുള്ളത്. പക്ഷേ ഷെൽഫിൻ്റെ കാര്യത്തിൽ എനിക്ക് ഉടനെ തീരുമാനം എടുക്കണം. അത് ഉടനെ മേടിച്ചേ പറ്റൂ. എന്നാലേ എൻ്റെ തുണികൾ എനിക്ക് ഭയങ്കര നല്ല രീതിയിൽ വയ്ക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അപ്പം നോക്കട്ടെ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി. താങ്ക് യു.